അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ച മലയാളി നഴ്സ് രഞ്ജിതയുടെ മൃതദേഹം അല്പസമയത്തിനകം തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിക്കും. മന്ത്രി വി ശിവൻകുട്ടി മൃതദേഹം ഏറ്റുവാങ്ങും. രാവിലെ 10 മണിക്ക് പുല്ലാട് ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തറാണ് ചേരുന്നത്. ഷഫീദെ, എപ്പോഴാണ് മൃതദേഹം വിമാനത്താവളത്തിലെത്തുക? ഏതൊക്കെ നേതാക്കളാണ് അവിടെ എത്തുന്നത്? സംസ്കാരം, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി. ക്രിസ്ത്യൻ അല്പസമയത്തിനുള്ളിൽ എയർ ഇന്ത്യയുടെ പ്രത്യേക വിമാനത്തിലായിരിക്കും രഞ്ജിതയുടെ മൃതദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിക്കുക. നമുക്കറിയാം, അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ച മലയാളി നേഴ്സ് രഞ്ജിത കേരളത്തിൻ്റെ കണ്ണീരായിരുന്നു. പ്രത്യേകിച്ച് ആ മരണവിവരമൊക്കെ വീട്ടിലേക്ക് അറിഞ്ഞ സമയത്ത് പുല്ലാട്ടെ വീട്ടിൽ ബന്ധുക്കളുടെ അടക്കം ദുഃഖം നമ്മൾ കണ്ടതാണ്. മന്ത്രി വി ശിവൻകുട്ടി, GR അനിൽ ഉൾപ്പെടെയുള്ള ആളുകൾ സർക്കാരിൻ്റെ ഭാഗമായി മൃതദേഹം ഏറ്റുവാങ്ങാൻ നിലവിൽ ഇപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയിട്ടുണ്ട്. മറ്റ് രാഷ്ട്രീയ കക്ഷി നേതാക്കളും തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയിട്ടുണ്ട്. MA ബേബി, MV ഗോവിന്ദൻ, BJP നേതാവായിട്ടുള്ള S സുരേഷ് അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. രാവിലെ 10 മുതൽ പത്തനംതിട്ട പുല്ലാട് ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിൽ പൊതുദർശനമുണ്ടാകും. സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി VN വാസവൻ അവിടെ അന്തിമോപചാരം അർപ്പിക്കും. പൊതുദർശനം നടക്കുന്ന സ്കൂളിന് പുറമെ ഈ ഗതാഗത തടസ്സം ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് പുല്ലാട് വടക്കേക്കവല മോഡൽ UP സ്കൂളിലും കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. രഞ്ജിതയുള്ള ആദരസൂചകമായി മൃതദേഹം പുല്ലാടെത്തുമ്പോൾ വ്യാപാരികൾ 1 മണിക്കൂർ കടകൾ അടച്ചിട്ട് ഒരു ദുഃഖസൂചകമായി കടകൾ അടച്ചിടാനും തീരുമാനിച്ചിട്ടുണ്ട്. വൈകിട്ട് 4:30 വീട്ടുവളപ്പിലായിരിക്കും മൃതദേഹം സംസ്കരിക്കുക എന്നുള്ള വിവരം കൂടി ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഏതായാലും വലിയ ദുഃഖം, കേരളത്തിൻ്റെ വലിയ ദുഃഖമാണ് രഞ്ജിത എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മൃതദേഹം DNA പരിശോധനയിലൂടെ ഇന്നലെയാണ് തിരിച്ചറിഞ്ഞത്. അമ്മയുടെ DNA സാമ്പിൾ ശേഖരിച്ച് നടത്തിയ പരിശോധനയിലാണ് രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിയാൻ കഴിഞ്ഞത്. കേരളത്തിൽ സർക്കാർ ജോലിയിലേക്ക് മടങ്ങാനൊരുങ്ങുമ്പോഴാണ് രഞ്ജിത വിമാന അപകടത്തിൽപ്പെട്ട് ഈ ദുഃഖകരമായ സംഭവം ഉണ്ടാകുന്നത്. 8 മാസമായി ബ്രിട്ടനിൽ നേഴ്സായി ജോലി ചെയ്യുകയായിരുന്നു രഞ്ജിത. കേരളത്തിലെ സർക്കാർ ജോലിയുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനാണ് നാട്ടിലെത്തിയത്. ജൂലൈയിൽ ജോലിയിൽ കയറാനായിരുന്നു രഞ്ജിത ഒരുങ്ങിയിരുന്നത്. ലണ്ടനിലെത്തി അവിടുത്തെ ജോലിസ്ഥലത്ത് നിന്നുള്ള വിടുതൽ പേപ്പർ വർക്കുകൾ പൂർത്തിയാക്കി മടങ്ങുകയായിരുന്നു രഞ്ജിതയുടെ യാത്രയുടെ ഉദ്ദേശം. പന്തളത്ത് നേഴ്സിംഗിൽ ബിരുദം നേടിയ ശേഷം രഞ്ജിത ഗുജറാത്തിലെ ആശുപത്രിയിലാണ് നേഴ്സിംഗ് ജോലി ആരംഭിക്കുന്നത്. ഏതായാലും വലിയ പ്രതീക്ഷയോടെ ഒരു വീടൊക്കെ വെച്ച് ആ വീട്ടിലേക്ക് കയറി താമസിക്കാനുള്ള ആഗ്രഹവുമായിട്ടാണ് ഈ വിദേശത്തെ ജോലി അവസാനിപ്പിച്ച് നാട്ടിൽ തിരികെ സർക്കാർ സർവീസിൽ പ്രവേശിക്കാൻ തീരുമാനിച്ച യാത്ര നടത്തിയത്. ആ യാത്രയാണ് വലിയ കണ്ണീരായി, വലിയ ദുഃഖമായി മാറിയത്. ഏതായാലും അല്പസമയത്തിനുള്ളിൽ മൃതദേഹം തിരുവനന്തപുരത്ത് സർക്കാർ ഏറ്റുവാങ്ങും. ശേഷം 10 മണിക്ക് മുൻപ് പുല്ലാട്ടേക്ക് എത്തിക്കാനാണ് നിലവിൽ ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. റീജിത്ത്, ക്രിസ്റ്റീന. ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.